ദൈവനാമ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ചെറിയ സന്ദേശവുമായിട്ട് പിന്നെയും നിങ്ങളോടൊത്തായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിലെ വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ മക്കളായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ദൈവത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും ദൈവം തൻ്റെ വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന പ്രോമിസിലെ വാഗ്ദത്തത്തിൽ ചിലപ്പോഴൊക്കെ സാഹചര്യങ്ങൾ നിമിത്തം നമ്മൾ അവിശ്വസിപ്പാൻ സാധ്യതയുണ്ട്. ഇതിനോടനുബന്ധിച്ചുള്ള ഒരു ലഘു സന്ദേശമാണ് ഇന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 4-19-20 വാക്യങ്ങൾ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പോൾ ഇവിടെ അബ്രഹാമെ എങ്ങനെ തൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നു എന്നുള്ളതിനെ റോമാലേഖനം എഴുതുമ്പോൾ പൗലോസ് വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ ഉദാഹരണമായിട്ട് കാണിച്ചതാണ്. അബ്രഹാമിനെ വർദ്ധിപ്പിക്കുമെന്നും തലമുറയെ കൊടുക്കുമെന്നും ഒക്കെയുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട്, വചനത്തിൻ്റെ വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് താൻ നേരിട്ട് പ്രാപിച്ചതാണ്. പക്ഷേ ആ പ്രോമിസ് നടക്കാനുള്ള സാധ്യതകളെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ വരെ അവരെത്തി എന്നാണ് 19-ാം വാക്യം വായിക്കുന്നത്. ഏകദേശം 100 വയസ്സുള്ളവനായി എന്ന് പറഞ്ഞാൽ 99 വയസ്സ് കഴിയാൻ പോവുകയാണ്. അവൻ്റെ ശരീരം നിർജീവമായി, സാറയുടെ ഗർഭപാത്രവും നിർജീവമായി. ഇനി ദൈവത്തിൻ്റെ പ്രോമിസ് നടക്കാൻ ഒരു സാധ്യതയില്ലെന്ന് അറിയാമായിരുന്നിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കാര്യം നമ്മൾ 20-ാം വാക്യത്തിൽ വായിച്ചത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അതാ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിലും പലപ്പോഴും ദൈവവചനം നമ്മളോട് ഇടപെടുമ്പോൾ നാളുകൾക്ക് മുന്നേ ഇടപെട്ടതാണെങ്കിലും ആ വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ മറന്നുപോവുകയും വല്ലാണ്ട് ആകുലപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എന്നാലിവിടെ അബ്രഹാമിന് പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ വണ്ണം തൻ്റെ ശാരീരികസ്ഥിതിയായിത്തീർന്നു, സാറയുടെ ശാരീരികസ്ഥിതിയായിത്തീർന്നു. പക്ഷേ ദൈവം വചനത്തിലൂടെ പറഞ്ഞ വാഗ്ദത്തം താൻ സംശയിച്ചില്ല. അവിശ്വാസത്താൽ താൻ സംശയിച്ചില്ല. അതിന് പകരം ദൈവത്തിന് മഹത്വം കൊടുത്തു. കാര്യം ആ വചനത്തിലൂടെ പറഞ്ഞ വാഗ്ദത്തം അല്ലെങ്കിൽ പ്രോമിസ് പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള പൂർണ്ണമായ ശക്തി ദൈവത്തിനുണ്ടെന്ന് താൻ വിശ്വസിച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവം എനിക്കൊരു പ്രേരണ തന്നിട്ടാണ് ഞാനത് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഇത് ഒരാശ്വാസമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 100 വയസ്സായപ്പോൾ അബ്രഹാമിനെ ദൈവം വാഗ്ദത്തം ചെയ്ത
സന്തതിയെ ലഭിക്കുകയുണ്ടായി. 90-ാമത്തെ വയസ്സുവരെയും തനിക്കത് ലഭിച്ചില്ല. ആ പ്രത്യേക സാഹചര്യത്തിലും താൻ ദൈവത്തെ അവിശ്വസിക്കുവാൻ അല്ലെങ്കിൽ ദൈവിക വാഗ്ദത്തത്തെ അവിശ്വസിക്കുവാൻ ഇടയാട് തീർന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമത്തിലെ വിശ്വാസാലുള്ള നീതീകരണത്തിന് ഉദാഹരണമായി പൗലോസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കളെ, ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രോമിസും ഓരോ വാഗ്ദത്വവും നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അത് നടക്കാനുള്ള സാധ്യതകളൊന്നും തന്നെ മുന്നിലില്ലെങ്കിലും ദൈവം പറഞ്ഞതായതുകൊണ്ട് അത് ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തിനായി കാത്തിരിപ്പാൻ ഇടയായിട്ട് തീരട്ടെ. പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്: അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. 6-ാം അധ്യായത്തിലെ 34-ാമത്തെ വാക്യമാണ്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. അതുകൊണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതെന്തുവാണ്? മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ വിചാരം, വറി എന്ന അവസ്ഥ, ആകുല ചിന്തകളെ തന്നെ പിൻപറ്റുന്ന ദൈവരാജ്യത്തിലെ അംഗങ്ങളായിരിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല. അങ്ങനൊക്കെ ആകുല ചിന്തകൾ വരുന്നത് വിജാതീയരായ, യഹൂദരല്ലാത്ത വിജാതീയരായ ആൾക്കാർക്കാണെന്ന് അതിൻ്റെ മുകളിൽ പറയുന്നുണ്ട്. 32-ാം വാക്യത്തിൽ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇത് നിങ്ങൾക്ക് ആവശ്യമെന്നറിയാം. അപ്പം നമുക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. ഭൂമിയിൽ നമുക്ക് മാനുഷികമായി മാതാവും പിതാവും ഉള്ളതുപോലെ തന്നെ അവർ തൻ്റെ മക്കളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തതുപോലെ തന്നെ നമ്മളെ ആത്മീയ വിഷയത്തിലും നമ്മുടെ ശാരീരിക വിഷയങ്ങളിലും ഭൗതികമായ വിഷയങ്ങളിലും കുഞ്ഞുങ്ങളുടേതായ കാര്യങ്ങളിലും ഒക്കെ നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം നമ്മുടെ പിതാവാണ്, ആത്മീയ പിതാവാണ്. ദൈവിക കുടുംബത്തിലെ അംഗമെന്നുള്ള നിലയിൽ ദൈവം നമ്മുടെ പിതാവാണ്. അപ്പോൾ നിങ്ങളുടെ പിതാവിന് നല്ലപോലെ അറിയാം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന്. അതുകൊണ്ട് ദൈവം പ്രോമിസ് പറയുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ വാഗ്ദത്തം പലപ്പോഴും നമുക്ക് വിശ്വാസമല്ല. ദൈവത്തിൽ വിശ്വാസമാണ്, ഈ വാഗ്ദത്തം വിശ്വാസമല്ല. അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സുവിശേഷത്തിന് സാക്ഷി നിൽക്കുന്ന കാര്യമുണ്ട്. അവിടുത്തെ രാജ്യം ഭൂമിയിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അനേകരെ മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ വിശുദ്ധ ജീവിതമുണ്ട്. നീതി എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുവാൻ, അവരോട് അനുകമ്പ കാണിപ്പാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ഇതൊക്കെയും തരാം. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടേണ്ട കാര്യം, നമ്മുടെ ജീവിതമെന്നൊക്കെ പറഞ്ഞാൽ ഒരാവി പോലെ, ഒരു കാറ്റ് പോലെ നീങ്ങിപ്പോകാനുള്ളതേ ഉള്ളൂ. പിന്നെന്തിനാണ് നാളെക്കുറിച്ച് വിചാരപ്പെടുന്നത്? അതൊക്കെ വിജാതീയരായവർ ചെയ്യുന്നവരാണ്, യഹൂദന്മാരല്ലാത്ത ജാതികൾ ചെയ്യുന്നവരാണ്. അത് ദൈവമക്കൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അവർക്ക് നാളെയും ജീവിക്കുന്ന, നാളെയും ഭരണത്തിലിരിക്കുന്ന, നാളത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, നാളെയും അവരെ പരിപാലിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ പ്രോമിസിൽ വിശ്വസിപ്പാൻ കർത്താവ് പറയുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അബ്രഹാമിൻ്റെ അനുഭവം തന്നെ ഇസ്ഹാക്കിന് യാഗം കൊടുക്കാൻ പറയുമ്പോൾ താൻ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം തൊട്ട്, വിശ്വാസാൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. അർപ്പിപ്പാനുള്ള കാരണം എന്താണ്? വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയമാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇസ്ഹാക്കിനെ അർപ്പിച്ചു. അതിനുള്ള കാരണം എന്താണ്? ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു.
അപ്പം തന്നോടൊരു അരുളപ്പാടുണ്ട്, ആ വാഗ്ദത്തത്തെ താൻ കൈക്കൊണ്ടതാണ്. അതെന്താണ്? ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ശരി, ദൈവികമായ അരുളപ്പാടിൽ ലഭിച്ച ആ വാഗ്ദത്തം, ആ പ്രോമിസ് നടക്കാനുള്ള സാധ്യത ഇല്ലാതെ വണ്ണം തൻ്റെ മകനെ ഹോമയാഗം കൊടുക്കാനായിട്ട് താൻ തയ്യാറാകുകയാണ്. കാരണം ഹോമയാഗം കൊടുത്ത് യാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ ഇസ്ഹാക്കില്ല, പിന്നെ എങ്ങനെ ഈ വാഗ്ദത്തം നിറവേറുന്നത് എന്നൊക്കെ തനിക്ക് വേണമെങ്കിൽ ചിന്തിച്ച് ആകുലപ്പെട്ട് തനിക്ക് കഴിയാം. പക്ഷെ താൻ വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു. കാര്യം ഈ വാഗ്ദത്തത്തെ ഞാൻ കൈക്കൊണ്ടത് എൻ്റെ ഇഷ്ടത്താലല്ല, ദൈവം എന്നോട് പറഞ്ഞതാണ്, ദൈവം എന്നോട് അരുളി ചെയ്തതാണ്. ആ അരുളപ്പാടിലൂടെ തന്ന വാഗ്ദത്തപ്രകാരം ഇസ്ഹാക്കിന് സന്തതി ഉണ്ടാകും, അവരാണ് എൻ്റെ സന്താന പരമ്പരയെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്ഹാക്ക് യാഗം കഴിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കും, അവൻ വിവാഹം കഴിക്കും, അവന് തലമുറയുണ്ടാകും. ആ തലമുറകളാണ് എൻ്റെ സന്തതികളെന്നറിയപ്പെടുന്നത്. ഈ വാഗ്ദത്തം അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെയും വിശ്വസിച്ചു. അപ്പോൾ നമ്മുടെ വിശ്വാസം ദൈവവചനത്തിൽ നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തെയും ദൈവത്തെയുമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ആ വാഗ്ദത്തം പ്രവർത്തിപ്പാനുള്ള ശക്തി നമ്മുടെ ദൈവത്തിനുണ്ട്. അവിടെ ഇസ്ഹാക്കിനെ യാഗം കഴിച്ചു, ആ നിലയിലേക്കൊക്കെ വന്നു. പക്ഷേ ദൈവം അത് തടഞ്ഞു. മരിച്ചവരുടെ നിന്ന് തിരികെ ലഭിക്കുന്ന പോലെ തനിക്ക് ഇസ്ഹാക്കിനെ ലഭിച്ചു. കരുതാൻ വിശ്വസിച്ചു. ഞാൻ യാഗം കഴിക്കാനായിട്ട് ഇസ്ഹാക്കിനെ ഈ കഷ്ണമായിട്ട് നുറുക്കുമ്പോൾ ഖണ്ഡമായി നുറുക്കണമല്ലോ യാഗപീഠത്തിൽ വെക്കണമെങ്കിൽ. അങ്ങനെ ഇസ്ഹാക്കിന് ജീവൻ പോയാലും ദൈവം എന്ത് ചെയ്യും? മരിച്ചവരുടെ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുക. താൻ അങ്ങനെ തന്നെ വിശ്വസിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇസ്ഹാക്കിനെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ശക്തനാണെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. എണ്ണുക എന്നൊക്കെയുള്ള, കൗണ്ട് ചെയ്യുക എന്നൊക്കെയുള്ള പദം ഒരു പൂർണ്ണതയെ കാണിക്കുന്നതാണ്. ഞാൻ ഒന്നിനെ ചൂണ്ടിക്കാണിച്ചത് നമ്പർ 1 പറഞ്ഞാൽ 1 തന്നെയാണ്. അതുപോലെ തന്നെയാണ് എണ്ണി എന്ന് പറഞ്ഞാൽ അതിന് സംശയമൊന്നുമില്ല. മരിച്ചവരുടെ നിന്ന് ഇവനെ ഉയർപ്പിക്കാനുള്ള ശക്തി ദൈവത്തിനുണ്ട്. എന്തുകൊണ്ട് ഉയർപ്പിക്കും? ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്ന തലമുറയാണ് എൻ്റെ സന്തതികളെന്ന് അറിയപ്പെടുമെന്നുള്ള അരുളപ്പാട് ദൈവം കൊടുത്താണ്. ആ അരുളപ്പാടിലൂടെ വാഗ്ദത്തം കൊടുത്തതും ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇവനെ ദൈവം ഉയർപ്പിക്കും. ഉയർപ്പിച്ചവനെ പോലെ തന്നെ ഇസ്ഹാക്കിനെ തിരികെ ലഭിക്കുവാനായിട്ട് ഇടയായെടുത്തു. യോസഫിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോഴും തനിക്കൊരു നല്ല വാഗ്ദത്തം വചനത്തിലൂടെ ദൈവം കൊടുത്തു. അത് തൻ്റെ മാതാപിതാക്കളെക്കാൾ സഹോദരന്മാരെക്കാളിലൊക്കെ ഉയർന്നൊരു നിലയിലെത്തുകയും തൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ തന്നെ വന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന സ്വപ്നമായിരുന്നു. 2 പ്രാവശ്യം അത് കാണിച്ച് ദൈവം അത് ഉറപ്പിച്ചു കൊടുത്തു. പക്ഷേ ഈ വചനത്തിലെ വാഗ്ദത്ത നിമിത്തം അത് പൂർത്തിയാകുന്നതിനുള്ളിൽ ഈ വചന നിമിത്തം ഒരുപാട് ശോധനകളിലൂടെ ജോസഫ് പോകേണ്ടി വന്നു. അത് 105-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 18-19 വാക്യങ്ങളെ വായിക്കുകയാണ്. യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവനെ ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. അപ്പോൾ ഒരു അരുളപ്പാട് വാഗ്ദത്തമായിട്ട് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതേ വചന നിമിത്തം കുറേ കഠിന ശോധനകളിലൂടെ ഞാനും നിങ്ങളും പോകേണ്ടി വരും. ജോസഫും പോയി. തൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിച്ചു, അവൻ ഇരുമ്പ് ചങ്ങലിൽ കുടുങ്ങി. അതുപോലെയുള്ള ശോധനയുടെ പോയി. പക്ഷെ ദൈവത്തിൻ്റെ അരുളപ്പാട് വാഗ്ദത്തം
നിവർത്തിയാകുന്നിടം വരെ ഈ ശോധനകളെ അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു, അവനെ അല്ലെങ്കിൽ ശോധന ചെയ്തുകൊണ്ടിരുന്നു. അതുപോലുള്ള പ്രതികൂലങ്ങളെ അവനെ പരീക്ഷയിലേക്ക് നടത്തി. പക്ഷേ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ചങ്ങലയിലിട്ട് പൂട്ടിയാലും ദൈവം പറഞ്ഞത് നടക്കുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുകയായിരുന്നു. പാനപാത്രക്കാരൻ മറന്നുപോയി തന്നെ. പാനപാത്രക്കാരനെ ഓർത്തിരുന്ന് എന്തെങ്കിലും സഹായം ചെയ്താൽ പോലും ഈ നിലയിൽ വരത്തില്ല. കാര്യം ദൈവം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ നിലയിൽ വരത്തുള്ളൂ. അതുകൊണ്ട് പാനപാത്രക്കാരൻ മറക്കാനിടയായതും ദൈവപദ്ധതിയാണ്. അല്ലെങ്കിൽ പാനപാത്രക്കാരൻ ഓർത്തിരുന്നെങ്കിൽ, രാജാവിനോട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ റിലീസ് കിട്ടിയേനെ, ചെറിയൊരു ജോലിയോ വല്ലോ കൊട്ടാരത്തിൽ കിട്ടിയേനെ. അതിനപ്പുറം ഒന്നും നടക്കത്തില്ല. മനുഷ്യരാരും അവരെക്കാൾ നമ്മളെ പൊക്കാൻ സമ്മതിക്കുകയില്ല. തമ്പുരാൻ്റെ ദിവസം വരെ, തൻ്റെ അരുളപ്പാട് നിവർത്തിയാകുന്ന ദിവസം വരെ ജോസഫിന് പരീക്ഷയുടെ കാലഘട്ടമായിരുന്നു. പക്ഷേ ദൈവം ആ പരീക്ഷയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ശോധനയുടെ കാലഘട്ടത്തിൽ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ആ കർത്താവിൻ്റെ വചനം നിവർത്തിയാകാനുള്ള സമയം വന്നപ്പോൾ താഴെ എഴുതിയിട്ടുണ്ട്, രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അപ്പോൾ ആ വചനം നിവർത്തിയാകാനുള്ള സമയം അടുത്തപ്പോൾ ദൈവപ്രവൃത്തി ആരംഭിച്ചു. അതുവരെ ആ വചനം അവനെ ശോധനയിലൂടെ അല്ലെ പരീക്ഷയിലൂടെ നടത്തി. ഇന്ന് ഈ ലഘു സന്ദേശം ഞാൻ കൈമാറുമ്പോൾ ഇത് കേൾക്കുന്ന ദൈവ പൈതങ്ങളിൽ ഒരാളോടെങ്കിലും ദൈവത്തിന് ആലോചന പറയാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിലോ ഈ നാളുകളിലോ ദൈവം തൻ്റെ വചനത്തിലൂടെ തന്ന വാഗ്ദത്തം, ഏതെങ്കിലും ഒരു കള്ളപ്രവാചകൻ വിളിച്ചു പറഞ്ഞ വെറും വാക്കായി പറഞ്ഞ വാഗ്ദത്തമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വചനം വായിക്കുമ്പോഴോ വചന ശുശ്രൂഷയിൽ സംബന്ധിച്ച് വചനം കേൾക്കുമ്പോഴോ നിങ്ങളുടെ ആത്മാവിൽ ഇടപെട്ട ദൈവത്തിൻ്റെ വചനം അതതിൻ്റെ നിവർത്തിയിലേക്ക് നടന്നുകൊണ്ടിരിക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അത് സമാപ്തിയിലേക്ക്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്ന പോലെ തന്നെ ദൈവം നാളുകൾക്ക് മുന്നോ ഈ ദിവസങ്ങളിലോ തൻ്റെ വചനത്തിലൂടെ ഒരു പ്രോമിസ് പറഞ്ഞെങ്കിൽ അത് നടക്കാൻ സാധ്യതയില്ലാത്ത മുഴുവൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. പക്ഷേ അപ്പോഴും വിശ്വസിക്കണം, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വാഗ്ദത്തം നിവർത്തിപ്പാനുള്ള ശക്തി അവനുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കണം. അവിശ്വാസത്താൽ സംശയിച്ച് ക്ഷീണിച്ചു പോകാനിടയാകരുത്. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് മുന്നേറാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന്